താരങ്ങളുടെ മനോഹരാലാപനങ്ങളാണ് വേദിയെ കൂടുതൽ ഞങ്ങളുടെ എല്ലാം തപസ് മുടക്കുവോ? ഞാനും മധുചേട്ടനും ഒറ്റക്കാലിൽ നിൽക്കണോ? ശിവകാമിക്കുട്ടിയുടെ മനോഹരാലാപനത്തിന് നല്ല അഭിപ്രായങ്ങളാണ്. ഞെട്ടിക്കുവാണല്ലോ ഇങ്ങനെ പാടിയിട്ട്. തപസ് മുടങ്ങിയല്ലോ മോളെ. സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റയാൻ കുട്ടൻ എന്റെ ചെവിയിൽ വന്നിട്ട് എനിക്ക് വേണ്ടി മാത്രം രഹസ്യമായിട്ട് ഒരു പാട്ട് പാടി തന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓരോരുത്തർക്കും തോന്നുന്നു. ഷഹബാസ് അമന്റെ സംഗീതത്തിൽ വിജയേശ്വദാസ് ആലപിച്ച ഗാനം കണ്ണ് നിറഞ്ഞു മോനെ. ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് എസ്തർ ഇന്ന് ടോപ്പ് സിംഗർ. സരിത എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദിദിക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ. ഇത് ഞാൻ പാടുമ്പോ ചിലപ്പം മഴ പെയ്താലോന്ന് ഞങ്ങൾക്ക് കൂടെ വേണ്ടേ? നിങ്ങളും ഒരു കുട വാങ്ങിക്കേണ്ടതുണ്ട്. ശ്യാമിന്റെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം ശരിക്കും വൈദ്യുതി പ്രവഹിച്ചു. കണ്ണടച്ചു നിൽക്കുമ്പോ മഴ തുള്ളി തുള്ളിയായി പെയ്യും. ഇത് തന്നെ ഉണ്ടായിരുന്നു. കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദിയക്കുട്ടി എന്ന് ടോപ്പ്. ആത്മാവ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജനീലിയ എന്ന്. ഇതൊക്കെ ഒരു ഇത്രയും വലിയൊരു വേദിയിൽ പാടാൻ പറ്റുക പറയുന്ന വലിയൊരു ഭാഗ്യമോളെ. MS ബാബുരാജിന്റെ സംഗീതത്തിലെ ജാനകിയമ്മ ആലപിച്ച ഗാനമാണ് താരം ആയിട്ട് പാടി. ടെക്നിക്കലി നല്ല ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്ന് തോന്നി. വിദ്യാരംഭം എന്ന ചിത്രത്തിൽ KS ചിത്ര ആലപിച്ച ഗാനവുമായാണ് മൈഥിലിക്കുട്ടി. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് യുവർ വോയിസ്. മേളയുള്ള പോർഷൻ അത് ഭയങ്കര മെലോഡിയസ് ആയിരുന്നു. കാട്ടുതുളസി എന്ന ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് പാർത്ഥിവി. ടോപ്പ് ബാൻഡ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് മുഖം മാറിയിട്ട് ഇങ്ങനെയാവും. ഇങ്ങനെയൊക്കെയല്ലേ ചേച്ചി ജീവിച്ചു താരങ്ങളുടെ മനോഹരാലാപനങ്ങളും മനോഹര പ്രകടനങ്ങളും ബ്യൂട്ടിഫുൾ സെലക്ഷൻ എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ.